വിഷ്ണുശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ വിഷ്ണു അങ്ങ് തൻ്റെ അമ്മയെക്കുറിച്ച് അങ്ങ് സംസാരിക്കുകയാണ്. കാക്കയെയും പരുന്തിനെയും ഒക്കെ പേടിച്ച് പക്ഷി തൻ്റെ ചിറകിനടിയിലേക്ക് കുഞ്ഞുങ്ങളെ ഒളിപ്പിക്കുന്നത് പോലെ തന്നെയാണ് എൻ്റെ അമ്മയും എന്നെ വളർത്തിയത്. പക്ഷേ കാക്കക്കേടും പരുന്തും കേടും ഒക്കെ കഴിയുമ്പോൾ അത് ആണെങ്കിൽ സ്വന്തം കുഞ്ഞിനെ ചിറകിനടിയിൽ നിന്നും അങ്ങ് കൊത്തി മാറ്റും. ആ കൊത്തി മാറ്റുന്ന അതൊരു സ്വന്തമായിട്ട് ജീവിക്കാൻ വേണ്ടി തന്നെയാണ് പക്ഷെ അങ്ങനെ ചെയ്യുന്നത്. അതേപോലെ ഒരു കൊത്തിമാറ്റലിലൂടെ കടന്നു വന്നവനാണ് ഈ ഞാനും. നെഞ്ചിൽ അമ്മ എന്ന കുത്തി ജീവിച്ചവനാണ് ഞാൻ. പക്ഷേ ആ ഒരു വേദന എനിക്ക് സ്വന്തമായിട്ട് അധ്വാനിക്കാനും സമ്പാദിക്കാനും ഒക്കെ ഉള്ളതാണ്, അതിന് വേണ്ടിയിട്ടുള്ളൊരു പാഠമാണ് എന്ന് കരുതിക്കൊണ്ട് ഞാൻ ആശ്വസിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് വിഷ്ണു എൻ്റെ അമ്മയെക്കുറിച്ച് അങ്ങ് പറഞ്ഞങ്ങ് കരയുകയാണ്. അന്നേരം നിർമ്മല പറയുന്നുണ്ട്, നല്ല തള്ള തന്നെ കൊത്തി മാറ്റിയേക്കുന്നു, അവളെ എൻ്റെ ആ തള്ള എൻ്റെ കൈവാക്കിനെങ്ങാനും കിട്ടിയാൽ ചെവിടടിച്ച് പൊള്ളിക്കും. പാവം ഈ കുട്ടി പത്രോസച്ചായൻ്റെ തടിമില്ലിൽ പിന്നെ തടികൾ ചുമന്നാണ് ജീവിക്കുന്നത്, കൂടെ ഒരു പെണ്ണും ഒരു കൈക്കുഞ്ഞും എന്നൊക്കെ പറഞ്ഞ് നിർമ്മല വിഷ്ണുവിനെ കുറിച്ച് സ്നേഹത്തോടെയും വിഷ്ണുവിൻ്റെ അമ്മയെക്കുറിച്ച് ദേഷ്യത്തോടെയും സംസാരിക്കുകയാണ്. പക്ഷെ ഒന്നും മിണ്ടാതെ സത്യഭാമ ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. തുടർന്ന് വിഷ്ണു പറയുന്നുണ്ട്, പിന്നെ എൻ്റെ ഭാര്യയോട് എനിക്ക് നന്ദിയൊന്നും പറയാനില്ല, അയാൾ തന്നെയാണ് ഞാൻ തന്നെയാണ് അയാളും. ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും നടുക്കടലിൽ ചെന്നാലും എന്നോടൊപ്പം ഒരു മരത്തടി കൊണ്ടായാലും തുഴഞ്ഞു പോകുന്നവളാണ്, കരയിലേക്ക് എത്തില്ല എന്നറിഞ്ഞാലും എനിക്ക് ആത്മവിശ്വാസം തരുന്നവളാണ് എന്നൊക്കെ പറഞ്ഞങ്ങ് ശാലിനിയെക്കുറിച്ച് സ്നേഹത്തോടെ മതിപ്പോടുകൂടി സംസാരിക്കുകയാണ്. അന്നേരം പത്രോസിനും നിർമ്മലയ്ക്കും ഒക്കെ സന്തോഷമാവുകയാണ് ഇത് കേട്ടിട്ട്. തുടർന്ന് പത്രോസ് പറയുന്നുണ്ട്, ആ ഭാര്യ ഒന്ന് എഴുന്നേറ്റി എന്ന് പറയുകയാണ്. അന്നേരം ശാലിനി ഇങ്ങനെ ചുറ്റും നോക്കും. വിജില പറയുന്നത്, കുഞ്ഞിനെങ്കിൽ ഇതാ എഴുന്നേറ്റ്, വിളിക്കുന്ന കേട്ടില്ലേ എന്ന് പറയുമ്പോൾ ശാലിനി മടിച്ച് എഴുന്നേറ്റ് നിൽക്കുകയാണ്. അന്നേരം കൈ അടിക്കടാന്ന് പത്രോസ് പറയുമ്പോൾ എല്ലാവരും ശാലിനിയെ നോക്കിയും കൈ അടിക്കുകയാണ്. തുടർന്ന് വിഷ്ണുവിനും ശാലിനിക്കും എല്ലാവർക്കും സന്തോഷമാവുകയാണ്. പക്ഷെ അതൊന്നും സത്യഭാമയ്ക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. തുടർന്ന് വിഷ്ണു ചോദിക്കുന്നുണ്ട്, അല്ല അച്ചായ, ഞാൻ ശാലിനി സ്റ്റേജിലോട്ടൊന്ന് വിളിച്ചോട്ടെ എന്ന്. അന്നേരം വിളിക്കിടാമോനെ, ഞാൻ അങ്ങോട്ട് പറയാനിരിക്കുകയായിരുന്നു എന്ന് പത്രോസ് പറയുമ്പോൾ പത്രോസിൻ്റെ അനുവാദം കിട്ടിയ സ്ഥിതിക്ക് വിഷ്ണു വാ എന്ന് കൈകാട്ടി ശാലിനി വിളിക്കുകയാണ്. അന്നേരം വേണ്ട എന്ന് ശാലിനി പറയുന്നുണ്ട്. പക്ഷെ വിഷ്ണു അങ്ങ് വിളിക്കുകയാണ്. പക്ഷെ ഇതെല്ലാം കണ്ടുകൊണ്ട് ഒട്ടും ഇഷ്ടപ്പെടാതെ അങ്ങ് ദേഷ്യത്തോടെയും അങ്ങ് അനിഷ്ടത്തോടെയൊക്കെ അങ്ങ് സ്റ്റേജിൻ്റെ ഫ്രണ്ടിൽ തന്നെ സുസ്മിത ഇരിപ്പുണ്ട്. തുടർന്ന് കയറി വാ എന്നൊക്കെ പത്രോസും വിളിക്കണം. കയറി വാ മോളെ എന്ന് പത്രോസ് വിളിക്കുമ്പോൾ ശാലിനി മടിച്ച് ചെല്ലുകയാണ്. തുടർന്ന് വിഷ്ണു ആ സ്റ്റേജിൻ്റെ ഫ്രണ്ടിലേക്ക് വന്ന് കൈപിടിച്ച് അങ്ങ് സ്റ്റേജിലേക്ക് ശാലിനിയെ കയറ്റുകയാണ്. തുടർന്ന് ശാലിനിയെ ചേർത്ത് പിടിച്ച് മൈക്കിൻ്റെ അടുത്തേക്ക് ചെന്ന് വിഷ്ണു പറയുകയാണ്, ദേ ഈ നിൽക്കുന്ന പെൺകുട്ടിയാണ് വിഷ്ണുവിൻ്റെ ഏറ്റവും വലിയ ഇപ്പോഴത്തെ ബലം. ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും വിഷ്ണുവിനെ കാലിടറാതെ കാത്തു സൂക്ഷിക്കുന്നവളാണ്. പോട്ടെ സാരമില്ല എന്ന് പറഞ്ഞ് എപ്പോഴും എന്നെ ആശ്വസിപ്പിക്കുന്നവളാണ് എന്നൊക്കെ പറഞ്ഞ് ശാലിനിയെ ചേർത്ത് പിടിച്ചങ്ങ് വിഷ്ണു അങ്ങ് വിതുമ്പി സംസാരിക്കുകയാണ്. അന്നേരം എല്ലാവരും കൈയടിക്കടാ എന്നൊക്കെ പത്രോസ് പറയുന്നുണ്ട്. അന്നേരം ഭാമ ഇതൊന്നും ഇഷ്ടപ്പെടാതിരിക്കുകയാണ്. തുടർന്ന് ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്ന പത്രോസ് പറയുകയാണ്, ആഹാ ഇങ്ങനെയാണോ, എങ്കിൽ ഇതങ്ങ് വിട്ടാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞ് ജയരാമനോട് പറയുകയാണ്, ആ മൂടുന്ന തുണി ഇങ്ങോട്ട് എടുത്തേടാന്ന്. അന്നേരം ടേബിളിലിരിക്കുന്ന ആ പൊന്നാട ജയരാമൻ എടുത്ത് പത്രോസിൻ്റെ കൊടുക്കുകയാണ്. അന്നേരം പത്രോസ് അത് നിവർത്തിയിട്ട് പറയുന്നുണ്ട്, ഇത് എനിക്ക് വേണ്ടി വാങ്ങിച്ചതാണ്, ഇത് ഇട്ട് മൂടി ഒരു ഫോട്ടോ എടുക്കാനായിട്ട്, ഇതിപ്പോൾ എനിക്ക് വേണ്ട, ഇത്രയുമൊക്കെ ആയ സ്ഥിതിക്ക് ഈ പെങ്കൊച്ചിന് ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ദാ ഫാമേ ഇതങ്ങോട്ട് മൂടിക്കൊട് എന്ന് പറഞ്ഞ് ഫാമയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. അന്നേരം ഞാനോ എന്നും പറഞ്ഞ് ഫാമ നിൽക്കുകയാണ്. അന്നേരം നിർമ്മല പറയുന്നുണ്ട്, അങ്ങോട്ട് വാങ്ങിക്കൂ ഫാമേ, ഇതുപോലുള്ള പെൺകുട്ടികളെയാണ് പ്രോത്സാഹിപ്പിക്കേണ്ടത്, അല്ലാതെ അവൻ്റെ തള്ളയെ പോലുള്ളവരെ അല്ല പ്രോത്സാഹിപ്പിക്കേണ്ടത്, അവളെ എൻ്റെ കൈ കിട്ടിയുണ്ടല്ലോ എന്നും പറഞ്ഞ് നിർമ്മലേനെ ദേഷ്യപ്പെടുകയാണ്. അന്നേരം സത്യഭാമയ്ക്ക് ഉത്തരമില്ല. അന്നേരം വായും പൊളിച്ച് ഇതൊക്കെ കണ്ടുകൊണ്ട് സ്റ്റേജിൽ ഫ്രണ്ടിലിരിക്കുകയാണ് സുസ്മിത. പക്ഷേ കമലനും വിജിലയും ഒക്കെ കൈയടിച്ചങ്ങ് തകർക്കുകയാണ്. തുടർന്ന് പത്രോസ് തന്നെ ചെയ്യുന്ന ഭാമ പറയുമ്പോൾ ഇതൊന്തൊരു കഷ്ടം, അങ്ങോട്ട് വാങ്ങ് ഭാമയെന്നും പറഞ്ഞ് പത്രോസ് നിർബന്ധമായിട്ട് കൊടുക്കുകയാണ്. തുടർന്ന് നിർമ്മലയും കൂടി നിർബന്ധിക്കുമ്പോൾ ഭാമ അത് വാങ്ങുകയാണ്. തുടർന്ന് ശാലിനി വിഷ്ണു അങ്ങോട്ട് സത്യഭാമയുടെ മുമ്പിലേക്ക് നീക്കി നിർത്തുകയാണ്. തുടർന്ന് ഇഷ്ടമില്ലാതെ തന്നെ സത്യഭാമ പൊന്നാട അണിയിക്കുന്നുണ്ട് ശാലിനി. അന്നേരം വിഷ്ണുവിന് അത് കണ്ടങ്ങ് സന്തോഷം. വിഷ്ണു അങ്ങ് നെഞ്ചും വിരിച്ച് സത്യഭാമയെ നോക്കി അങ്ങ് തല ഉയർത്തി പിടിച്ച് തന്നെ നിൽക്കുകയാണ്. തുടർന്ന് പത്രോസ് അവിടെ ഇരുന്നൊരു വലിയ പൂമാല എടുത്തിട്ട് ഫാമയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. ദേ ഇത് രണ്ടുപേരെയും കൂടി ചേർത്ത് അങ്ങോട്ട് അണിയിക്കാനായിട്ട്. അന്നേരവും ഫാമ മടിച്ചു നിൽക്കുകയാണ്. പക്ഷേ പത്രോസും നിർമ്മലയും കൂടി നിർബന്ധിപ്പിച്ച് ഫാമയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. തുടർന്ന് രണ്ടുപേരും കൂടി ചേർന്ന് നിൽക്കാനായിട്ട് പത്രോസ് പറയുന്നുണ്ട്. തുടർന്ന് സത്യഭാമ ശാലിനിയെയും വിഷ്ണുവിനെയും ചേർത്ത് ആ പൂമാല ഇടിയിക്കുകയാണ്. പക്ഷേ സത്യഭാമയുടെ മുഖം അന്നേരം അങ്ങ് ദേഷ്യം കൊണ്ടങ്ങ് കത്തി ജ്വലിക്കുകയാണ്. പക്ഷേ ബാക്കി എല്ലാവരെയും മുഖത്ത് നോക്കുമ്പോൾ സത്യഭാമ ചിരി വരുത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ വിഷ്ണുവിനെ ശാലിനിയെ നോക്കുമ്പോൾ ദേഷ്യം തന്നെയാണ്. പക്ഷേ അതൊന്നും കാര്യമാക്കാതെ തല ഉയർത്തി പിടിച്ച് നിൽക്കുകയാണ് ശാലിനിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് വിഷ്ണു.
തുടർന്ന് പത്രോസ് നന്ദി പറയാനായിട്ട് നിർമ്മലയെ ക്ഷണിക്കുകയാണ്. ഉഗ്രം ബിൽഡപ്പൊക്കെ കൊടുത്ത് തന്നെയാണ് നിർമ്മലയെ വിളിക്കുന്നത്. ചീമേനി പത്രോസിൻ്റെ സഹധർമ്മിണി എന്ന മേൽവിലാസത്തിൽ അറിയപ്പെടുന്ന സുന്ദരിയും സുമുഖയുമായ നിർമ്മലയെ ക്ഷണിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ പോവിടം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നിർമ്മല വരുന്നത്. തുടർന്ന് നിർമ്മല ആദ്യം സത്യഭാമയ്ക്ക് നന്ദി പറയുന്നു. ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്ന സത്യാമ്മയ്ക്ക് നന്ദി പറയുകയാണ്. തുടർന്ന് വിഷ്ണുവിന് അഭിനന്ദനങ്ങളും അതോടൊപ്പം വിഷ്ണുവിൻ്റെ ഭാര്യ ശാലിനിക്ക് ആശംസകൾ മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തർക്കും ഒക്കെ നന്ദി പറയുകയാണ്. അന്നേരം പെണ്ണുങ്ങളായാൽ ഇങ്ങനെ വേണം അല്ലേ ഭാമയെന്ന് ഇങ്ങനെ ശാലിനിയെ പിടിച്ചിട്ട് ഭാമയോട് ചോദിക്കുകയാണ്. അന്നേരം അവിടെ വെച്ച് അതെ എന്ന് ഭാമയ്ക്ക് സമ്മതിക്കേണ്ടി വരികയാണ്. തുടർന്ന് പിറകിൽ നിൽക്കുന്ന പത്രോസ് പറയുന്നുണ്ട്, ഈ തൊട്ടുമുടക്കിയ നമുക്കൊന്നും നന്ദിയില്ല അല്ലേ എന്ന്. അന്നേരം എല്ലാവരും അങ്ങ് ചിരിക്കുകയാണ്. തുടർന്ന് അത്രയുമൊക്കെ കഴിയുമ്പോഴേക്കും ആ ഫ്രണ്ടിൽ സീറ്റിലിരുന്ന സുസ്മിതയാണെങ്കിൽ സ്റ്റേജിലേക്ക് കയറി വരികയാണ്. അന്നേരം എല്ലാവരും ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. അന്നേരം എന്താണെന്നിങ്ങനെ സത്യഭാമ ചോദിക്കുമ്പോൾ പൂച്ചെണ്ട് കൊടുക്കലും പൂമാല ഇടിക്കലും ഒക്കെ കഴിഞ്ഞില്ലേ, എന്നാൽ നമുക്ക് പോകാം ആൻറ്റി എന്ന് പറയുകയാണ്. അന്നേരം പക്ഷെ അത് വേറെ ആർക്കും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. തുടർന്ന് എന്നാൽ പത്രോസെ നിർമ്മല ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെയും ചോദിക്കുമ്പോൾ നന്ദിയുണ്ടെന്നൊക്കെ വന്നതിൽ നന്ദിയുണ്ടെന്നൊക്കെ പത്രോസും നിർമ്മലയൊക്കെ പറയുകയാണ്. തുടർന്ന് വിഷ്ണുവിനെ ശാലിനിയെ ഇങ്ങനെ ദേഷ്യത്തോടെ നോക്കിയിട്ട് സുസ്മിതയോടൊപ്പം സ്റ്റേജിൽ നിന്ന് ഇറങ്ങുകയാണ് സത്യഭാമ. തുടർന്ന് വിഷ്ണു പറയുകയാണ്, എന്നാൽ അച്ചായ ഞങ്ങൾ അങ്ങോട്ടെന്ന് പറയുമ്പോൾ ആയിക്കോട്ടെ ഇതൊക്കെ ഇങ്ങ് എടുത്തുകൊണ്ട് പോകുന്ന ട്രോഫിയും ചെക്കും ഒക്കെ ചൂണ്ടിക്കാട്ടിയിട്ട് പറഞ്ഞിട്ട് മോളെ അവനെ അങ്ങോട്ട് സഹായിക്കുമെന്ന് ശാലിനിയോടും പറയുകയാണ്. തുടർന്ന് സന്തോഷത്തോടു കൂടി വിഷ്ണു ശാലിനിയും കൂടി ആ ട്രോഫിയും ചെക്കും ഒക്കെ എടുത്ത് സ്റ്റേജിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. തുടർന്ന് എല്ലാവരും ഒക്കെ സ്റ്റേജിൽ നിന്ന് ഇറങ്ങുമ്പോൾ പത്രോസ് നിർമ്മലയോട് ചോദിക്കുകയാണ്, എടി ഞാനീ മുടക്കിയ കാശൊക്കെ 30 ലക്ഷമായിട്ട് തിരിച്ചു കിട്ടുമോയെന്ന്. അന്നേരം കിട്ടും ഒലക്കയുടെ മൂടായിട്ട് തിരിച്ചു കിട്ടുമെന്നും പറഞ്ഞ് പത്രോസിനെ കളിയാക്കിയിട്ട് നിർമ്മല പോവുകയാണ്. അന്നേരം ഒലക്കയുടെ മൂടോ, അത് തടിയല്ലല്ലോ ഇരുമ്പല്ലേ. പിന്നെ ആകെ ഒരു ആശ്വാസം എന്ന് പറയുന്നത് ആളുകൾ തടി കുറയ്ക്കില്ല, പക്ഷെ ഇവളെ കാണുമ്പോൾ തടി കുറയ്ക്കില്ല എന്നൊരു ആശ്വാസമേ ഉള്ളൂ എന്നും പറഞ്ഞ് പത്രോസ് അങ്ങ് നിരാശനായിട്ട് നിൽക്കുകയാണ്. തൻ്റെ ബിസിനസ് മെച്ചപ്പെടുമോ ഇല്ലയോ എന്നൊരു ഉദ്ദേശത്തിൽ പത്രോസ് അവിടെ തന്നെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണ്. തുടർന്ന് സത്യഭാമയോട് സുസ്മിത പറയുകയാണ്, ആൻറ്റി ഇവിടെ നിന്നില്ല, ഞാൻ പോയി കാർ എടുത്തുകൊണ്ട് വരാമെന്നും പറഞ്ഞ് കാറിൻ്റെ അടുത്തേക്ക് സുസ്മിത പോവുകയാണ്. അതേസമയം വിഷ്ണുവും ശാലിനിയും പാറുക്കുട്ടിയും കമലിനും വിജിലയും ഒക്കെ വരികയാണ്. ആശാൻ തകർത്തു എന്നൊക്കെ സംസാരിച്ചുകൊണ്ട് വരുമ്പോൾ സത്യഭാമ അവിടെ നിൽക്കുന്നത് വിഷ്ണു കാണുകയാണ്. വിഷ്ണു എന്നല്ലാതെ ഇങ്ങനെ സ്നേഹത്തോടെ തന്നെയാണ് സത്യഭാമയെ നോക്കുന്നത്. എന്നിട്ട് സത്യഭാമ അങ്ങ് മുഖം കൊടുക്കാതെ ഇങ്ങനെ കൈവച്ചങ്ങ് മറക്കുകയാണ്. തുടർന്നാണ് പെട്ടെന്ന് ശാലിനി സുസ്മിത വണ്ടിയുടെ അടുത്തേക്ക് പോകുന്നത് കാണുന്നത്. അന്നേരം വിഷ്ണുട്ട ഞാൻ ഇപ്പോൾ വരാം, പാറുക്കുട്ടിയെ പിടിക്കുക എന്ന് പറഞ്ഞ് വിഷ്ണുവിൻ്റെ കയ്യിലേക്ക് കുഞ്ഞിനെ കൊടുത്തിട്ട് സുസ്മിതയെ കാണാനായിട്ട് ശാലിനി പോവുകയാണ്. തുടർന്ന് സുസ്മിതയെന്നും പറഞ്ഞ് ശാലിനി വിളിക്കുകയാണ്. അന്നേരം എന്താടിയെന്നും പറഞ്ഞ് തിരിഞ്ഞു നിൽക്കുകയാണ്. എന്നിട്ട് സുസ്മിത ചോദിക്കുന്നുണ്ട്, ആൻറ്റിയുടെ കയ്യിൽ നിന്നും പൂച്ചെണ്ടും പൂമാലയും ഒക്കെ വാങ്ങിയില്ലേ, പിന്നെ നിൻ്റെ ഒരു ട്രോഫി അത് വിഷ്ണുവേട്ടനും വാങ്ങിയില്ലേ എന്നും പറഞ്ഞ് സുസ്മിത അങ്ങ് പോകാൻ തുടങ്ങുകയാണ്. അന്നേരം ഒന്നുകൂടി പിടിച്ചു നിർത്തുകയാണ് ശാലിനിയെ. നിനക്കിനി എന്താടി വേണ്ടതെന്ന് ചോദിച്ച് തീരുന്നതിന് മുമ്പേ ശാലിനിയുടെ കാരണം നോക്കി ഒരൊറ്റ അടി കൊടുക്കുകയാണ്. അന്നേരം നീ എന്നെ തല്ലിയോ എന്നും പറഞ്ഞ് ശാലിനിയുടെ പിന്നെ ചുരിദാറിനൊക്കെ കയറി പിടിക്കുകയാണ്. അന്നേരം ശാലിനി ഒരൊറ്റ തള്ളു കൊടുക്കുകയാണ് സുസ്മിതയെ. അന്നേരം സുസ്മിത വീഴാനൊക്കെ പോകുന്നുണ്ട്. തുടർന്ന് പറയുന്നുണ്ട്, വിഷ്ണുവേട്ടൻ എങ്ങനെയാണ് ഈ സൈക്കിളിൽ നിന്ന് വീണത് എന്ന് ചോദിക്കുകയാണ്. അതെന്നും പറഞ്ഞ് ആദ്യം ഒന്ന് തപ്പുന്നുണ്ട് സുസ്മിത. എന്നിട്ട് പറയുകയാണ്, അത് ആ ബാലചന്ദ്രൻ അല്ലേ? അതെ, ആ ബാലചന്ദ്രൻ തന്നെ, അവനുള്ളതാണ് ഇത്. അവൻ ഇവിടെ എങ്ങ് നോക്കിയിട്ട് കണ്ടില്ല. അപ്പോൾ നിന്റെ അടുപ്പക്കാരനല്ലേ, നീ അങ്ങ് കൊടുത്താൽ മതി എന്ന് ശാലിനി പറയുകയാണ്. അന്നേരം സുസ്മിത തെല്ലൊന്ന് അന്തമിടുകയാണ്. എൻ്റെ അടുപ്പക്കാരനോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ പത്മാവതി അമ്മയുടെ വീട്ടിൽ നടന്നതെന്നും ആരും അറിഞ്ഞില്ല എന്നാണോ നിന്റെ വിചാരം? നീ എന്തൊക്കെ ചെയ്താലും എൻ്റെയും വിഷ്ണുവേട്ടൻ്റെയും മുകളിലേക്ക് വീഴാനൊന്നും പോകുന്നില്ല. ഞങ്ങൾ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്ന ദൈവം എൻ്റെ കൂടെയുണ്ട് എന്നിങ്ങനെ ശാലിനി പറയുകയാണ്. അന്നേരവും സുസ്മിതയാണെങ്കിലും അങ്ങ് വലിയ വാശിയോടുകൂടി തന്നെ നിൽക്കുകയാണ്. ആദ്യത്തെ അടി കൊണ്ടിട്ടും. തുടർന്നും ശാലിനി ചോദിക്കുകയാണ്, നീ മുന്നേ കണ്ടപ്പോൾ എന്നെ എന്താണ് പറഞ്ഞത്? ബംഗാളിൽ നിന്നും ഒറീസയിൽ വന്ന ജോലിക്കാരിയെ പോലെ ഉണ്ടെന്നല്ലേ? ആ ജോലിക്കാരിയുടെ കുടുംബത്തെ തന്നെയാണ് ഇന്ന് സത്യാമ്മ പൊന്നാടയും പൂമാലയും ഒക്കെ ഇട്ട് സ്വീകരിച്ചത്. നീ കണ്ടില്ലേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം അതൊന്നും പറഞ്ഞങ്ങ് വിളറി വെളുത്ത് മുഖത്തോടു കൂടി സുസ്മിത നിൽക്കുമ്പോൾ വീണ്ടും ഒരൊറ്റ അടി കൂടി ശാലിനി പൊട്ടിക്കുകയാണ് സുസ്മിതയുടെ കവാലത്തിന്. അന്നേരം ഇനിയും എന്തിനാന്നും പറഞ്ഞ് സുസ്മിത ചോദിക്കാൻ തുടങ്ങുകയാണ്. അന്നേരം പറയുന്നുണ്ട്, നീ ചോദിക്കാൻ വരണ്ട, ഇതെന്തിനാണ് എന്നുള്ളത് ഞാൻ പറയാം. ഇത് എൻ്റെ അമ്മയെ ജയിലിൽ കയറ്റിയതിനാണ്, ലോക്കപ്പിൽ ഇട്ടതിനും അവിടെ ഇട്ട് അപമാനിച്ചതിനും ഒക്കെയാണ്. പിന്നെ നിന്നെ സൗകര്യമായിട്ട് കാണാൻ പറ്റിയില്ലല്ലോ, ഇത് അതിൻ്റെ ഒരു പേയ്മെൻ്റ് ആയിട്ടൊന്നും നീ കരുതണ്ട, ഇത് ചെറിയൊരു സാമ്പിളായിട്ട് കരുതാൻ മതി എന്ന് പറഞ്ഞ് സാരിയുടെ പ്ലേറ്റൊക്കെ അങ്ങ് നേരെ വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് സുസ്മിതയുടെ പിന്നെ തലമുടിക്കൊക്കെ ചുറ്റി പിടിക്കുന്നുണ്ട് ശാലിനി അതിനിടയ്ക്ക്. ശാരദാമ്മയെ അങ്ങനെ അപമാനിച്ചതിനുള്ള ശിക്ഷയാണെന്നൊക്കെ പറയുമ്പോൾ
അന്നേരം ചുറ്റും കൂടി നിൽക്കുന്നവരൊക്കെ ശാലിനിയെയും പിന്നെ സുസ്മിതയൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. അന്നേരം അവരുടെയൊക്കെ മുഖത്ത് നോക്കി ശാലിനി ചിരിക്കുകയും സുസ്മിതയോട് ദേഷ്യത്തോടു കൂടിയും സംസാരിക്കുകയാണ്. എന്നിട്ട് ഒരടി കൂടി ശാലിനി സുസ്മിതയ്ക്ക് കൊടുക്കുകയാണ്. അന്നേരം ഇതെന്തിനാ എന്നും പറഞ്ഞ് ഇങ്ങനെ സുസ്മിത നിൽക്കുമ്പോൾ, ഇനി നീ ചെയ്യാൻ പോകുന്ന ദുഷ്ടപ്രവൃത്തികൾക്ക് അഡ്വാൻസ് ആയിട്ട് തന്നതാണ്. പിന്നെ നീ എപ്പോഴും പറയാറില്ലേ, ഞാനും വിഷ്ണുവേട്ടനും വീട്ടിലുണ്ടായിരുന്നപ്പോഴും നിനക്കൊന്നെങ്കിലുമൊക്കെ ഒരടിയെങ്കിലും ഒക്കെ കിട്ടാറുണ്ടായിരുന്നോ എന്ന്. ഇനിയിപ്പോൾ ഞങ്ങളില്ലാത്തത് കൊണ്ട് അതിൻ്റെ ഒരു കുറവ് വേണ്ട. നിനക്ക് അടി എപ്പോഴും വേണമെന്ന് തോന്നുന്നോ ഏത് പാതിരാത്രിക്കാലും വിളിച്ചാൽ മതി, ഞാൻ വന്ന് തന്നോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി തൽക്കാലം നീ പൊയ്ക്കോ എന്ന് പറയുകയാണ്. അന്നേരം അടിയൊക്കെ കൊണ്ട് ആകെ അങ്ങ് പിന്നെ അപമാനിതയായിട്ട് സുസ്മിത അങ്ങ് പോകാൻ തുടങ്ങുമ്പോൾ ശാലിനി ഇങ്ങനെ വിരൽ ഞൊടിക്കുന്ന ആ ശബ്ദം കേട്ട് സുസ്മിത വീണ്ടും തിരിഞ്ഞു നിൽക്കുകയാണ്. അന്നേരം ശാലിനിക്ക് അങ്ങ് ചിരി വരികയാണ്. ശാലിനിയാണെങ്കിൽ സുസ്മിത അടുത്തേക്ക് ചെല്ലുകയാണ്. അന്നേരം ഇനി എന്താ എന്നും പറഞ്ഞ് വീണ്ടും സുസ്മിത നിൽക്കുകയാണ്. അന്നേരം ഇത്രയേ ഉള്ളൂ നീ എന്ന് പിന്നെ ഉറപ്പ് വരുത്താനായിട്ട് ഞാൻ ഒന്നുകൂടി ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ് എന്നങ്ങ് ശാലിനി ചിരിച്ചുകൊണ്ട് പറയുമ്പോഴും സുസ്മിതയാണെങ്കിൽ വീണ്ടും അങ്ങ് ആകെ അപമാനിച്ച് അങ്ങ് നിൽക്കുകയാണ്. തുടർന്ന് ശാലിനി ഷാളൊക്കെ ഒന്നുകൂടി എടുത്ത് പൊക്കിയൊക്കെ തോളിലേക്ക് ഇട്ടിട്ട് ഒരു പഞ്ച് ഡയലോഗൊക്കെ പറഞ്ഞ ഹീറോ തിരിച്ചു മടങ്ങുന്നത് പോലെ ഇങ്ങനെ സ്ലോ മോഷനിൽ സുസ്മിത അടുത്ത് നിന്നും ശാലിനി അങ്ങ് വിഷ്ണുവിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ആ പോകുന്നതിന് മുമ്പ് ശാലിനി പറയുന്നുണ്ട്, നിന്റെ കൗണ്ട് ഡൗൺ തുടങ്ങിക്കഴിഞ്ഞു, ഇനി ഏതാനും കുറച്ച് ദിവസങ്ങൾ കൂടിയേ ഉള്ളൂ, നിന്റെ തേർവാഴ്ച അവസാനിക്കാനായിട്ട് നീ കുറിച്ചിട്ടോ എന്നിങ്ങനെ പറയുന്നുണ്ടോ. അന്നേരം സുസ്മിത അങ്ങ് അന്തം വിട്ട് നിൽക്കുകയാണ്. തുടർന്ന് ശാലിനി അങ്ങ് പോകുമ്പോൾ അടികൊണ്ട കവിളിങ്ങനെ തടവി ദേഷ്യത്തോടു കൂടി സുസ്മിത നിൽക്കുകയാണ്. തുടർന്ന് ശാലിനി അങ്ങ് വിഷ്ണുവിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അന്നേരം സത്യഭാമ മറു സൈഡിൽ വണ്ടിയും കാത്തു നിൽക്കുകയാണ്. അന്നേരം കമലിനൊരു ഐഡിയ ഒന്നുകയാണ്. കമലൻ പറയുകയാണ്, ആശാൻ എനിക്കൊരാഗ്രഹം, ആശാൻ ഒരിക്കൽ കൂടി ഈ മാല കഴുത്തിലേക്ക് ഇടണമെന്ന്. അന്നേരം അതെന്തിനാടാന്ന് വിഷ്ണുവിനെ ചോദിക്കുമ്പോൾ പെട്ടെന്ന് കമലൻ്റെ ഐഡിയ വിഷ്ണുവിന് മനസ്സിലാവുകയാണ്. സത്യഭാമ അവിടെ നിൽക്കുന്ന കണ്ടിട്ടാണ് വിഷ്ണു അങ്ങനെ പറയുന്നതെന്ന്. തുടർന്ന് വിഷ്ണുവിൻ്റെ കഴുത്തിലേക്ക് ഇങ്ങനെ ഒന്നുകൂടി മാല കമല ഇട്ട് കൊടുക്കുകയാണ്. അത് സത്യഭാമ ഇങ്ങനെ നോക്കുന്നുമുണ്ട്, വിഷ്ണു അത് കാണുന്നുമുണ്ട്. തുടർന്ന് വിഷ്ണു പറയുകയാണ്, ആശാൻ ആ മാല ഏട്ടത്തിയമ്മയുടെ കഴുത്തിൽ കൂടി ഒന്ന് ചുറ്റിയെന്ന്. തുടർന്ന് വിഷ്ണു ശാലിനിയെ ചേർത്ത് പിടിച്ചിട്ട് ശാലിനിയുടെ കഴുത്തിൽ കൂടി ഇടുകയാണ്. എന്നിട്ട് ശാലിനി ഇങ്ങനെ ചേർത്ത് പിടിക്കുകയാണ്. അന്നേരവും സത്യഭാമ ഇങ്ങനെ നോക്കി അങ്ങ് നിൽക്കുകയാണ്. സത്യഭാമയെ കാണിക്കാൻ വേണ്ടി തന്നെയാണ് കമലിന് അങ്ങനെയൊക്കെ ചെയ്തത്. അന്നേരവും ദേഷ്യത്തോടെ, കുറച്ച് ദേഷ്യമേ ഉള്ളൂ, എന്നാലും സത്യഭാമയ്ക്ക് നീരസമൊന്നും കാട്ടുന്നില്ല. അത്രയും ആകുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ നാളെ മുതൽ സുസ്മിതയുടെ കൗണ്ട് ഡൗൺ തന്നെയാണ്. ഓക്കെ, താങ്ക് യു.